ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ന് എത്തിയിരിക്കുന്നത് പൊയ്യലാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. പൊയ്യ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മണലിക്കാട് പള്ളി കഴിഞ്ഞിട്ട് പുത്തമ്പേര നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് മണലിക്കാട് പള്ളി കഴിഞ്ഞിട്ട് വരുന്ന എലിച്ചിറ പാലം, അത് കഴിഞ്ഞിട്ട് റൈറ്റ് തിരിഞ്ഞ് നേരെ പോകുമ്പോൾ ഈ റോഡ് പോകുന്ന നേരെ നമ്മുടെ സൈഡിലേക്കാണ്. നമ്മൾ ഇതിന് മുന്നേ ഇവിടെ കുറച്ച് നാൾക്ക് മുന്നേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്യൂരിഫയറിന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവരും അതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിലേ, വെള്ളം നന്നായിട്ട് അഴുക്കുണ്ട്. അഴുക്കുന്നതായിട്ട് നല്ല രീതിയിൽ അയണും ഉണ്ട്, അതുപോലെ തന്നെ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ട്. അതുപോലെ pH അത്ര വലിയ കാര്യമായിട്ട് pH ഇല്ല. പിന്നെ ടർബിഡാണ് വെള്ളം. അങ്ങനെ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ നിലവിൽ നമുക്ക് 2 വെസലിനാണ് ആവശ്യതയുള്ളൂ. പക്ഷേ ക്ലൈന്റിന്റെ ആവശ്യപ്പെടാൻ നമ്മളിപ്പോൾ ഒരു വെസലുമ്പോൾ തന്നെ മൾട്ടിമീഡിയ ചെയ്യണം. അയൺ റിമൂവർ ഒക്കെ ഇട്ട് നമുക്ക് ഒരു മൾട്ടിമീഡിയ വെസൽ ഫിൽട്രേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു പ്രീ ഫിൽട്ടർ, ഒരു 20 ഇഞ്ചിന്റെ ഒരു 5 മൈക്രോൺ സെഡിമെന്റ് ഫിൽട്രേഷൻ കൂടി നമ്മൾ അഡീഷണൽ കൊടുക്കുന്നുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു, 2 ഫിൽട്രേഷൻ സിസ്റ്റത്തിന്റെ, അതായത് 2 വെസൽ ഫിൽട്രേഷന്റെ ആവശ്യത ഉള്ളതിന്റെ പേരിൽ നമ്മളിപ്പോൾ ഒന്നേ വെക്കുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു സെഡിമെന്റേഷൻ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അയണിന്റെ ഒരു പാസിംഗ് ഉണ്ടെങ്കിൽ അതും കൂടി പിടിക്കാനുള്ള രീതിയിലാണ് നമ്മളൊരു 20 ഇഞ്ചിന്റെ ഒരു 5 മൈക്രോണിന്റെ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ വരില്ല. നമ്മൾ അയൺ റിമൂവർ നന്നായിട്ട് കയറ്റുന്നുണ്ട്, മാക്സിമം കയറ്റാവുന്ന രീതിയിൽ കയറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വർക്കാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ഇതുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും, അതിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ വന്ന് നമ്മുടെ വെള്ളത്തിന്റെ സാമ്പിളും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിനനുയോജ്യമായ ഫിൽട്രേഷൻ സിസ്റ്റം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. അതെല്ലാം നിങ്ങൾ ദൂരത്തു നിന്നാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എവിടെയെങ്കിലും ഒരു റെപ്യൂട്ടഡ് ലാബിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ റിസൾട്ട് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരൂ. അതിനുശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും ഓൾ ഓവർ കേരള വന്ന് നമുക്ക് സർവീസ് ചെയ്തു തരുന്നതാണ്. അപ്പൊ നേരിട്ട് നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് പോകാം. ഇവിടെ നേരെ പോകുമ്പോൾ കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ സൈറ്റ്. അപ്പൊ നമ്മൾ ഗ്രാവിറ്റിയിലാണ് അത് ചെയ്യുന്നത്. അപ്സ്റ്റേറിൽ തന്നെയാണ്, 2 നില അല്ല, ഒറ്റ നില ബിൽഡിംഗ് ആണെങ്കിലും അപ്സ്റ്റേറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് പോകാം. ബൈ. അപ്പൊ കൂട്ടുകാരെ, നമ്മള് വെസൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മുടെ ടെറസിന്റെ മേലെയാണ്. ഇവിടെ ടാങ്ക് ഇവിടെ ഉണ്ട്, 1000 ടാങ്ക്. അപ്പൊ നമ്മൾ ഗ്രാവിറ്റിയിലാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അപ്പൊ അത് ഇവിടെ നമ്മളുടെ 1.5 ഇഞ്ചിന്റെ ലൈനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കറക്കി ആ സൈഡിൽ കണ്ടിട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത് വെസൽ. അപ്പൊ ഞാൻ ആ സൈഡിൽ കാണിച്ചു തരുന്നില്ല. ഇതാണ് ഇതിന്റെ ഡിസ്ചാർജ് ലൈൻ. ഓൾറെഡി ഇവിടെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് താഴെയായിട്ട് നമുക്ക് അതിന്റെ മാർക്ക് ചെയ്തിട്ട് ടീ അടിച്ച് ഇൻലെറ്റ് നമുക്ക് ഇവിടെ തിരിക്കണം. അതിനുശേഷം നമുക്ക് ബൈപ്പാസ് പോലെ അതിന്റെ സെന്ററിൽ കൊടുത്തിട്ട് പിന്നെ ഔട്ട്ലെറ്റ് അതിന്റെ താഴെ വീണ്ടും ടീ വന്ന് അത് 3 ലൂപ്പാവും. ഞാൻ അപ്പുറത്തേക്ക് കാണിച്ചു തരാം. നമ്മുടെ മീഡിയാസ് ഒക്കെ അത് ഇവിടെ ഉണ്ട്. മീഡിയാസും ബാക്കി അനുബന്ധ സാധനങ്ങളൊക്കെ നമ്മളിവിടെ മേലെ എത്തിച്ചിട്ടുണ്ട്. അത് വെക്കുന്നത് നമ്മളത് ഈ ഒരു സൈഡിലാണ് കേട്ടോ, ഇവിടെയാണ് വെക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഇവിടെ ഒതുങ്ങിയിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ കറക്കി കൊണ്ടുകൊണ്ട് വരും അങ്ങോട്ട് ലൈൻ. 13 ടാറ്റയുടെ വെസലാണ്. അപ്പൊ ഇതിനിടയിലായിട്ടാണ് നമ്മളൊരു പ്രീ ഫിൽട്ടർ കൊടുക്കുന്നത്. ഒരു 20 ഇഞ്ചിന്റെ ഒരു 5 മൈക്രോണിന്റെ ഒരു സെഡിമെന്റ് ഫിൽട്ടർ നമ്മൾ ഇതിനിടയിൽ ആയിട്ട് കൊടുക്കും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാറി ഒരു അഡീഷണൽ സേഫ്റ്റി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നന്നായിട്ട് അയണുള്ളതിന്റെ പേരിൽ നമുക്ക് ഒരു വെസലുമ നമുക്കത് പിടിക്കാണ്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എസ്കേപ്പായി വരുന്നത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് ഫില്ലിങ് ചെയ്യാം, അതിനുശേഷം ബാക്കി നമുക്ക് പൈപ്പ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുശേഷം ചെയ്യാം.
അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാ. ഇനി നമുക്ക് നേരെ ബാക്ക് വാഷിലേക്ക് പോകാം. ബാക്ക് വാഷ് ചെയ്തതിനു ശേഷം നമുക്ക് ലൈനപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞു. നമ്മൾ ഗ്രാവിറ്റിയിലാണ് ചെയ്തേക്കാന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാവിറ്റിയിൽ നമ്മൾ നേരിട്ട് നമ്മുടെ വെസലിലേക്ക് വന്നു. 1354 ഡാറ്റയുടെ വെസലാണ്. വെസലിൽ വന്ന് ഫിൽട്രേഷൻ ആയതിനു ശേഷം ഔട്ട്ലെറ്റ് വഴി നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു 20 ഇഞ്ചിന്റെ ഒരു എന്താ പറയാ 5 മൈക്രോണിന്റെ ഒരു സെഡിമെന്റ് ഫിൽട്രേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം ആയിരിക്കുള്ളൂ പിന്നെ നമ്മുടെ ലൈനിലേക്ക് വീണ്ടും ചെന്ന് ലൂപ്പ് ആവുന്നു. അപ്പൊ നേരെ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. ബാക്ക് വാഷ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ക്വാളിറ്റി നമ്മൾ എടുത്ത് കാണിച്ചു തരാം. ബൈ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ ബാക്ക് വാഷ് ഇട്ടേക്കായിരുന്നു. ബാക്ക് വാഷ് കഴിഞ്ഞു. നമ്മൾ നോർമലൈസ് ചെയ്തു. പ്രൊഡക്റ്റ് ഒക്കെ വന്ന് നമ്മളിത് പ്രീ ഫിൽറ്ററും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു. അതിനുശേഷം ലൈൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. എക്സലന്റ് ക്വാളിറ്റിയാണ്. പ്രഷറൊന്നും യാതൊരു വേരിയേഷൻ ഞാൻ ഒന്നും കാണിച്ചു തരാം. പ്രഷറൊന്നും യാതൊരു വേരിയേഷൻ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഇത് ക്ലിയർ ആയി എന്നുള്ള കാര്യം. കണ്ടില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ക്വാളിറ്റി. അപ്പൊ റോ വാട്ടറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് റോ വാട്ടറിന്റെ കളർ കാണട്ടാ. അതായത് നമ്മള് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് നിർവാഹമില്ല. കാരണം അടിയിൽ നിന്ന് പോയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോ അതേ കളർ ഇങ്ങനെയാണ്. നന്നായിട്ട് അഴുക്കുണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത്രയും അഴുക്ക് ആ വെള്ളത്തിലുണ്ട്. അപ്പൊ അതിനെ പിടിക്കാനായിട്ടാണ് നമ്മളൊരു മൾട്ടിമീഡിയ അതിനകത്ത് നമ്മൾ അയൺ റിമൂവറിന്റെ മീഡിയ കൂടുതൽ കയറിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളവും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മുടെ വർക്കൊക്കെ ഇവിടെ ഫിനിഷ് ആയി. അപ്പോൾ നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വന്നാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അപ്പോൾ ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.